നമ്മളെ വളരെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എപ്പോഴും കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹ് ഇത് പുതിയൊരു രീതിയല്ല. വി ഹാവ് സീൻ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയതാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലൊക്കെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം നമ്മളെ നടത്തി. ഇന്നും ആ ദൈവം ജീവിക്കുന്നു. ഇന്നും ആ ദൈവം നമ്മളെ നടത്തുന്നു. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും തിയറികളായിട്ടൊക്കെ ആയിരിക്കും. പല കാര്യങ്ങളും വെൻ വി സേ ഇപ്പോ നമ്മളൊരു ഒരു ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ആൾക്കാർ ആരൊക്കെയാണ്, അവരുടെ ഏതൊക്കെ മാനേജേഴ്സ് ആണ്, അവരുടെ പ്രിഫറൻസുകൾ എന്താണ് എന്നൊക്കെ നമ്മൾ അതിനെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കാനും ഒക്കെ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് അവരെ ആരും പേഴ്സണൽ ആയിട്ട് ചിലപ്പം പരിചയം കാണത്തില്ല. പക്ഷെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. പലപ്പോഴും ദൈവത്തെ കുറിച്ച് നമുക്കറിയായിരിക്കും. പക്ഷെ ദൈവത്തെ കുറച്ചേ അറിയത്തുള്ളായിരിക്കും. ഇത് രണ്ടും രണ്ട് കാര്യമല്ലേ? ദൈവത്തെ കുറിച്ച് നോയിങ് അബൌട്ട് ഗോഡ് ആൻഡ് നോയിങ് ഗോഡ്, ഇറ്റ് ഇസ് ടു ഡിഫറെന്റ് തിങ്. വി ഓൾ നോ അബൌട്ട് ഗോഡ് എ ലോട്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തെ കുറിച്ച് അറിയാമായിരിക്കും. പക്ഷെ ദൈവത്തെ എത്ര കണ്ടറിയാം? ഞാൻ ഈ സമയത്ത് പല സമയത്ത് ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യാൻ പറ്റും, വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. മീൻസ് നമ്മുടെ ദൈവം ഇത്രമാത്രം കഴിവില്ലാത്ത ഭർത്താവിനോട് പറഞ്ഞു നോക്കാം, വല്ലതും നടക്കുമായിരിക്കും, ഒക്കുമായിരിക്കും എന്നുള്ള ഒരു നിലയിലാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ വിഷമത്തിൽ നിന്ന് വരുന്ന ആ പല വാക്കുകളും റിഫ്ലക്ട്സ് അവർ ഫെയ്ത്ത്. നമ്മൾ എത്രമാത്രം ഈ കാര്യങ്ങളിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം റിഫ്ലക്ട്. അപ്പൊ എപ്പോഴും നമ്മളുടെ ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യഹോവ വാഴുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തെ ആ ഒരു ഫെയ്ത്ത് ആണ് അത് കൺഫസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുകയാണ്, ബ്രദറെ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ആശങ്കകളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പേടിയുണ്ടാവും, ഒക്കെയാണ്, ശരിയാണ്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അത് നമ്മൾ കർത്താവിനെ അറിയുന്നതിനനുസരിച്ച് അവർ കോൺഫിഡൻസ് ഇൻ ദ ലോർഡ് ഇൻക്രീസസ്. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുക എന്ന് പറയും. കർത്താവ് ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു പോകാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്. 10-ാം അധ്യായത്തിൽ ആ തുടക്ക ഭാഗത്ത് 2 ടേം മാത്രം നമുക്ക് മനസ്സിലാക്കും. 1 വാതിൽ, 2 നല്ല ഇടയൻ. രണ്ട് വേർഡാണ്, 2 കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്നത്. ആ 2 കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. 1 വാതിൽ, 2 ഗുഡ് ഷെപ്പേർഡ് അല്ലെങ്കിൽ നല്ല ഇടയൻ. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു, he who does not enter the sheepfold by the door but climbs up some other way, the same is a thief and a robber. അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. 7-ാമത്തെ വാക്യം വായിക്കും. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ദൈവം തന്നെ നമുക്ക്, അല്ലെങ്കിൽ കർത്താവ് തന്നെ നമുക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് കർത്താവ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ അതിന്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അപ്പം വാതിൽ ഞാനാകുന്നു. അപ്പൊ യേശു തന്നെ പറയുകയാണ്, ഞാനൊരു വാതിലാണ്. വാതിലാണെങ്കിൽ എന്തെങ്കിലേക്കും കയറുന്നതോ ഇറങ്ങുന്നതോ ആ ഭാഗമാണല്ലോ നമുക്ക് വാതിലെന്ന് പറയുന്നത്. ഡോർ ഇസ് സംതിങ് മെന്റ് ടു എൻറ്റർ സം പ്ലേസ്. അതിനു വേണ്ടിയാണ്, അല്ലെ അടച്ചുറപ്പുള്ളതാക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ വാതിൽ ഉപയോഗിക്കുന്നത്. അപ്പം യേശു പറയുകയാണ് എന്തിലോട്ടോ കയറുന്നതിനുള്ള വാതിലാണ്, ആ വാതിലാണ് ഞാൻ എന്ന് പറയും. എന്തിലോട്ടുള്ളതാണ് എന്നുള്ള അടുത്ത വാക്യം നമുക്ക് മനസ്സിലാകുന്നു. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു, എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും മാത്രമേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പം
ഈ വാതിൽ എങ്ങോട്ടുള്ള ഒരു വാതിലാണ്? രക്ഷയ്ക്കുള്ള ഒരു വാതിലാണ്. എന്തിൽ നിന്നോ രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു വാതിലാണ് ഇതെന്ന് കർത്താവ് തന്നെ. അവൻ രക്ഷപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോ ഈ രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ എന്തിൽ നിന്നോ രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു വാതിലാണ് കർത്താവ് എന്ന് പറയുന്നത്. കർത്താവ് പല കാര്യങ്ങളും ഞാനാകുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമാണ് ഐ ആം ദ ഡോർ. ഞാൻ ഒരു വാതിലാകുന്നു എന്ന് പറയുന്നതിനായിട്ടുള്ള ഒരു കാര്യം. പ്രിയ സ്ഥലങ്ങളെ, കർത്താവ് പറയാണ്, എന്നാൽ ഞാനാകുന്ന വാതിലല്ലാതെ വേറെ ഏതിൽ കൂടി വന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പം പിതാവിങ്കലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ, കർത്താവിന് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നിത്യജീവങ്ങളിലേക്കോ പിതാവിനോട് കൂടെയൊക്കെ ഭാഗവാക്കാകുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവാണെന്ന് കർത്താവ് പറയും. അങ്ങനെ ആയിരിക്കുമ്പോൾ പലരും പറയും, അയ്യോ ഇത് ഏകമാർഗമാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഒരുപാട് മാർഗത്തിൽ ഒരു വഴി എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല. അപ്പോ കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ദേ ആർ കമ്മിങ് ഓൺലി ഫോർ വൺ പർപ്പസ്. എന്തിനു വേണ്ടി അവര് വരുന്നത്? അവര് വരുന്നത്, നമ്മൾ 10-ാം വാക്യത്തിൽ പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ വരുന്നത്. അപ്പം കർത്താവ് പറയണത് ഇതൊരു സത്യമാണ്. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ മുമ്പിൽ പറയുന്നതും ഒരു സത്യമാണ് ഈ സത്യം. ആ സത്യം കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥമായ വാതിലാണ്. അത് എന്തിലോട്ടുള്ള വാതിലാണ്? രക്ഷയുടെ വാതിലാണ്. എന്തിൽ നിന്നുള്ള രക്ഷയാണ് എന്ന് ചോദിച്ചാൽ, വരുവാനുള്ള കോപത്തിൽ നിന്നും, ദൈവ കോപത്തിൽ നിന്നും, അല്ലെങ്കിൽ നിത്യജീവന്റെ ഭാഗമാക്കാകുവാനായിട്ടുള്ള ഒരു വാതിലാണ് എന്ന് പറയും. നമുക്ക് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കർത്താവിന്റെ പറയുന്ന 2-ാമത്തെ വാക്യം, വേഴ്സ് 2, for you yourself know perfectly that the day of the Lord so comes as a thief in the night. എടുത്ത് വായിക്കാം മലയാളത്തില്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അപ്പം കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നോ ദ ടൈം വെൻ ദ തീഫ് ഈസ് ഗോയിങ് ടു കം. അപ്പം അതുപോലെ വരുന്നല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. അടുത്ത വാക്യം വായിക്കാൻ നമ്മൾ മനസ്സിലാകും. അവർ സമാധാനം എന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് യാതൊരു ചിന്തയും ഇല്ല, ഈ ആഴ്ച നമ്മൾ സൂമിലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷന്റെ മധ്യത്തിലായിരിക്കുമെന്ന് നമ്മൾ സമാധാനത്തോടുകൂടി ആയിരുന്നു. പിന്നെ നമ്മൾ നിർഭയരുമായിരുന്നു, അല്ലെ? ഈ ആഴ്ച നമ്മൾ സമാധാനത്തോടും നിർഭയവുമാണോ? പക്ഷെ ഈ ദിവസത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്. മനസ്സിലാക്കണം, ഈ വാക്യങ്ങൾ പറയുന്നത് ഈ ദിവസത്തെ കുറിച്ചല്ല. പക്ഷെ സമാധാനമെന്നും നിർഭയമെന്നും നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പ്രസവ വേദന വരും പോലെ കാര്യങ്ങൾ മാറി മറിയും എന്ന് ദൈവവചനം പറയുന്നു. പക്ഷേ അന്തിമമായ ഒരു ദിവസമുണ്ട്, അത് കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നു. എന്താണ് കർത്താവിന്റെ ദിവസം? കർത്താവിന്റെ കോപ ദിവസം. കർത്താവ് when he sends out his wrath, കർത്താവ് കൃപയുടെ കാലം കഴിഞ്ഞ് കർത്താവ് കോപ ദിവസം അയക്കുന്ന ഒരു സമയം, അത് പെട്ടെന്ന് വരും. മനസ്സിലായോ? പെട്ടെന്ന് വരും. ഇന്നിപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത, ഇപ്പം സിനിമ പറഞ്ഞതുപോലെ നമുക്കൊക്കെ സമയമില്ലായിരുന്നു. വി ആർ ഓൾ വെരി ബിസി. കഴിഞ്ഞ ആഴ്ച നമ്മൾ മീറ്റിങ്ങിന് കൂടി വന്നപ്പം നമ്മുടെ ജോഷുവ പറഞ്ഞതുപോലെ എല്ലാവരും ഹാഡ് ഓൺലി വൺ കൺസേൺ, വി ഹാവ് നോ ടൈം. നമുക്ക് സമയമില്ല, ബിക്കോസ് വി ആർ സോ ബിസി വിത്ത് അവർ പ്രോജക്ട്സ്, അവർ പ്ലാൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും സമയമുണ്ടായി, അല്ലെ? പെട്ടെന്ന് എല്ലാവർക്കും സമയമുണ്ടായി. അപ്പം കാര്യങ്ങൾ തിരിയാൻ അധികം നേരമൊന്നും വേണ്ട. ദൈവവചനം അത് പറയുന്നു. സമാധാനമെന്നും നിർഭയമെന്നും അവർ പറയുമ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും. എന്ത്? കർത്താവിന്റെ ആ ദിവസം
പെട്ടെന്ന് വരും. ആ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടവരല്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കംപ്ലീറ്റ്ലി റെഡി ഫോർ ദിസ്, then you are in trouble. അപ്പോ പക്ഷെ ദൈവസഭയോട് എഴുതുമ്പോൾ അപ്പോസ്തലൻ എഴുതുകയാണ്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. You are so confident in the Lord that you are so confident that even if it comes, let it come. വരട്ടെ, കർത്താവിന്റെ കോപ ദിവസം വരട്ടെ. എന്താണ് കാരണം? നമുക്ക് കർത്താവിന്റെ കോപ ദിവസത്തിൽ നമുക്ക് പേടിയില്ലാത്ത കാരണം എന്താണ്? കാരണം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നീതിമാന്മാരായി പുത്രൻ തമ്പുരാന്മാർ നമ്മളെ നീതിമാനാക്കിയത് കൊണ്ടാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വാതിലിലൂടെ നമ്മളൊക്കെ കടന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാനത് പിന്നെയും ഞാനത് ഓർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആ അധ്യായത്തിൽ തന്നെ നമ്മൾ 9-ാമത്തെ വാക്യം വായിക്കണം. ഗോഡ് ഡിഡ് നോട്ട് അപ്പോയിന്റ് us to wrath, but to obtain salvation through our Lord Jesus Christ. 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, അപ്പം ദൈവം നമ്മെ കോപത്തിനല്ല, അതുകൊണ്ട് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ നിയമിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, yeah, we know it is, the Lord is going to come. One day God will come. One day difficult time will come. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-25 നമുക്ക് വായിക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അന്തിമ കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ വി ആർ നോട്ട് സർപ്രൈസ്ഡ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. നമുക്ക് നമ്മുടെ കർത്താവിന് അറിവില്ലാതെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കർത്താവ് ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. എന്താ? നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയാണ് അവിടെ 9-ാമത്തെ വാക്യം. ദൈവം നമ്മെ കോപത്തിനല്ല. എന്തിനാ എന്റെ മേൽ കോപിക്കുന്നേ? ദൈവത്തിന് എന്റെ മേൽ കോപിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ കോപിക്കും? ഞാൻ കർത്താവിന്റെ കൂടെ നടക്കുന്ന മകനെ. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ ജീവിക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ സുബോധത്തോടെ ജീവിക്കുന്നവരാ. 6-ാമത്തെ വാക്യം വായിച്ചാൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരും ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സുബോധമുള്ളവരായി കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ നടക്കുന്ന നമുക്ക് എന്തിനാ പേടിക്കണ്ടേ? ദൈവം നമ്മളെ കോപത്തിന് വേണ്ടിയല്ല ആ ദിവസം വരുന്നത്. ഇത് എന്ത് ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഇവിടെ നിന്ന് ഒരു യുദ്ധത്തിന്റെ ദിവസത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. വരുവാനുള്ളൊരു കോപ ദിവസമുണ്ട്, ആ ദിവസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അടിവരയിട്ടുണ്ടാകണം. The Lord is not angry at me. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാറുണ്ട്. വി ഓൾവേസ് ഫീൽ ദാറ്റ് സംതിങ്, ഗോഡ് ഇസ് നോട്ട് ലവിങ് മീ, ഗോഡ് ഇസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് മീ. നോ, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഈസ്. പുത്രൻ തമ്പുരാനിൽ കർത്താവ് എന്നെ സ്നേഹിച്ചിരിക്കുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ പിതാവിൽ ഞാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ ആ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ സ്വസ്ഥമായും സമാധാനത്തോടെയും എപ്പോഴും ആയിരിക്കണം. സങ്കീർത്തനം 91 നമ്മൾ വായിക്കും. പല രീതിയിൽ തന്നെ നമുക്ക് വായിക്കാം. പകൽ പറക്കുന്ന അസ്ത്രം, നമുക്ക് പകൽ പറക്കുന്ന അസ്ത്രം നമ്മളിപ്പോ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പകൽ പറക്കുന്ന അസ്ത്രം, അതൊരു പക്ഷെങ്കിൽ ആത്മീയ ഭാഷയെ വായിച്ചാൽ പിശാചിന്റെ തന്ത്രങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഏത് അർത്ഥത്തിൽ നമ്മൾ വായിച്ചാലും ഈ അത്യുന്നതിന്റെ ചിറകിന്റെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം നമുക്ക് മനസ്സിലാകണം, നമ്മളുടെ ജീവിതത്തിൽ കോപത്തിന് വേണ്ടി അല്ല ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വി നീഡ് ടു ബി കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. അപ്പൊ കർത്താവ് പറയാണ്, ഞാനൊരു വാതിലാണ്, ആ വാതിലിലൂടെ കടക്കുന്നവൻ രക്ഷയെ പ്രാപിക്കും. ചോദ്യം, ഈ രക്ഷ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ടല്ലേ? നമുക്ക് ഉറപ്പുണ്ടല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ആ രക്ഷ നിർണയം പ്രാപിച്ച ഉറപ്പുണ്ടല്ലോ. ഐ ആം കോൺഫിഡന്റ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ് എന്നുള്ള കാര്യം. അപ്പം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കും, ഐ ഡോണ്ട് ഫീൽ ലൈക്ക്.
എനിക്കങ്ങനെ ഫീലിലേക്ക് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ദൈവവചനത്താലും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള സാക്ഷിയാലും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവത്തിന്റെ, എന്റെ ഫീലിങ്ങിനെ ബേസ് ചെയ്തല്ല ദൈവത്തിന്റെ ഒരു കാര്യങ്ങളും ഇരിക്കുന്നത്. ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഗോഡ് ലവ്സ് മീ, ടുഡേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോഡ്. നോ, ഗോഡ് ഡസന്റ് ചേഞ്ച് ലൈക്ക് ദാറ്റ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ്. അപ്പൊ ഈ സാഹചര്യത്തിന്റെ മധ്യത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മുടെ ഹൃദയം, വി നീഡ് ടു ബി റെഡി വിത്ത് ദ ലോർഡ്. ഈ ചിലപ്പോ നമ്മൾ ഈ കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുമല്ലോ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തധമനികളിനകത്ത് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ പോകാൻ വേണ്ടിയാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതെന്ത് തന്നെ ആയിക്കോട്ടെ. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ അനുവദിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല മടിയന്മാരും പല ലോകസ്നേഹികളും ഒന്നും ആയി പോകാതിരിക്കാൻ നമ്മൾ ചിലപ്പോൾ ഉറപ്പൊന്ന് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് അതൊന്നും സംഭവിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അലോ ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്നാൽ മാത്രമേ, ഇപ്പൊ കണ്ടില്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവെ മിസൈലിന്റെ ബെല്ലടിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ലാത്തവരൊക്കെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലേ? ദൈവവചനമൊക്കെ നമ്മൾ പെട്ടെന്ന് അപ്പൊ നമ്മൾ വായിക്കുന്നു, ഇതൊക്കെ നമ്മൾ ഓർക്കുന്നു. കർത്താവിന്റെ വചനവും സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. ഇതുവരെ ഈ കാര്യത്തെക്കുറിച്ച് ഇതേ ബൈബിള് വർഷങ്ങളായി നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയും നമുക്കത് അനുഭവമാകുന്നത് ഈ കർത്താവുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യത്തിനകത്ത് കർത്താവ് പറയുന്നത്, ഞാൻ വാതിലാകുന്നു, ആ വാതിലിലൂടെ കടക്കുന്നവൻ രക്ഷ അനുഭവിക്കും. ദൈവത്തിന്റെ ആ ഭദ്രതയിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ ആ കോൺഫിഡൻസോടുകൂടെ അവന്റെ രക്ഷയിൽ അവനായിരിക്കാനായിട്ട് ദൈവം അവനത് കൊടുക്കണം. എന്നാൽ വേറെ വഴിയായി ഇതിനകത്ത് കയറാമെന്ന് വിചാരിച്ചാൽ അവരെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കള്ളനും കവർച്ചക്കാരനും, അത് ഏത് രീതിയുമാകട്ടെ, നമ്മുടെ നീതിപ്രവർത്തികളാകട്ടെ, ഏതെങ്കിലും പ്രത്യേകിച്ച് അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ പല സമയത്ത് നമുക്ക് ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ആ വാക്യത്തെ നിത്യജീവനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ പോലെ കർത്താവ് പറയുന്ന ഒരു വാക്യമാണല്ലോ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഈ സത്യദൈവമായ നിന്നെയും എന്ന് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല, കാരണം ഒരു സത്യം എന്നുള്ളതാണ്. പക്ഷെ ഏക സത്യം എന്ന് പറയുമ്പോഴാണ് ആകെ പ്രശ്നം വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൺലി വേ. യെസ്, ദ ലോർഡ് സേസ് ഇറ്റ് ഇസ് ദ ഓൺലി വേ. വെൻ ദ ലോർഡ് സേസ് ഇറ്റ് ഇസ് ദ ഓൺലി വേ എന്ന് നമ്മൾ പറയുമ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് if that's the truth and that's the only way. നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമുക്ക് കരമാർഗം അല്ലാതെ വേറെ ഒരു വഴിയും നമുക്ക് പുറത്തോട്ടില്ല. ശരിയല്ലേ? നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ നിലവിൽ നമുക്ക് കരമാർഗം അല്ലാതെ നമുക്ക് വേറൊരു വഴി ഇപ്പൊ ഇല്ല. അതിനകത്ത് നമുക്കിപ്പോ അത് തിരിച്ചറിയുന്നതോടെ നമുക്കത് പറയാനായിട്ട് പറ്റും. അതുപോലെ കർത്താവ് പറയുകയാണ്, അതെ, ഒരേ ഒരു വഴിയേ ഉള്ളൂ പിതാവിലേക്ക്. അതിന് വേറെ രണ്ട് പക്ഷമില്ല. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം. നമ്മൾ പറയാം, ഐ വോണ്ട് ടു ടേസ്റ്റ് ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് ദ ലോർഡ് സേസ് ഫ്രം ദ ബിഗിനിങ്, ഇത് ഒരേ ഒരു വഴി, ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനായിട്ട്, അല്ലെങ്കിൽ പിതാവിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഒരേ ഒരു മാർഗം, അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ദൈവവചനം വ്യക്തമായി നമ്മൾ ഈ വായനത്ത് വായിക്കും മനസ്സിലാവും. അപ്പം കർത്താവിനെ ആ നിലയിൽ മനസ്സിലാവും. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്ന ഒരു ഭാഗം, ഇതേ ഭാഗം തന്നെ പറയുന്ന രണ്ടാമത്തെ ഭാഗം, വേഴ്സ് 2, 10-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഭാഗത്തില് ഞാൻ ഭാഗം എടുക്കാം. 10:2 വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകും. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കർത്താവ് തന്നെ അവിടെ പറയുന്നത്. ഈ വാതിലിലൂടെ കടക്കുന്ന, അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് യഥാർത്ഥത്തിലായിട്ട് കടന്നു വരുന്നത് ആട്ടിടയനാകുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്, നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ചെന്നിട്ട് ഇപ്പൊ ഓണർ വരുമ്പോൾ മാത്രമേ കഥ തുറക്കുള്ളൂ, അല്ലാത്തവരൊന്നും കഥ തുറന്നു കൊടുക്കുകയില്ല, അല്ലേ? പലപ്പോഴും കള്ളന്മാർക്കൊന്നും നമ്മൾ കഥ തുറന്നു കൊടുക്കുക. അപ്പം ലെജിറ്റിമേറ്റ് ആയിട്ട് വരുന്ന ഓണർ മാത്രമേ എടുത്തു. അപ്പൊ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, 3-ാമത്തെ വാക്യം, അവന് ടു ഹിം ദ ഡോർ കീപ്പർ ഓപ്പൺസ് and the sheep hear his voice. Beautiful. Hear all these things, okay? ഇതെല്ലാം നമ്മുടെ പ്രിവിലേജ് ആണ് കേട്ടോ. And he calls his own sheep by name and leads them out. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, okay? To him the doorkeeper opens.
ഹൂ ഈസ് ദ ഡോർ കീപ്പർ എന്നുള്ളതിനകത്ത് ഇച്ചിരി ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. പ്രോബ്ലി വി ക്യാൻ തിങ്ക് ഡിഫറെന്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദാറ്റ്. ബട്ട് ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഷീപ്പ് ഹിയർ ഇസ് വോയിസ്. ആടുകൾ, നമ്മളിത് വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഒരു പ്രിവിലേജ് ആണ്. ആരാണ് ആടുകൾ? കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളെ കുറിച്ചാണ് ആടുകൾ എന്ന് പറയുന്നത്. ഈ ആടുകൾ ഈ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപറ്റൊക്കെ ഉണ്ടായല്ലോ. ഒത്തിരി ന്യൂസുകൾ നമ്മൾ കേട്ടു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. അലാം പോലും കേൾക്കുന്നുണ്ട്, സൈറൻ കേൾക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇടയന്റെ ശബ്ദം കേട്ടോ? ഇടയന്റെ ശബ്ദം കേട്ടോ? അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇതാണ്: ഡിഡ് യു ഹിയർ ഹിസ് വോയിസ്? ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇത് നമ്മുടെ പ്രിവിലേജ് ആണ്. ആടാണെങ്കിൽ ഇടയന്റെ ശബ്ദം കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രിവിലേജ്. നമ്പർ 1 പ്രിവിലേജ് is that we can understand, we can hear his voice. That is number 1. അതാരും ആയിക്കോട്ടെ, you can say that. Number 2, he calls his own sheep. തനിക്കുള്ളവരെ ഒക്കെ അവന് വാതിൽ കവാടം തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആരുടെ ആടാണ്? തന്റെ ആട്. ഈസ് ഓൺ. ആരുടെയാണ് ആട്? ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. നമുക്ക് പറയാനിരുന്നത്, ഇപ്പോ നമ്മളതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ തലയിൽ വീഴുവോ, ഇങ്ങനെ വീഴുവോ, അങ്ങനെ വീഴുവോ, അങ്ങനെ. ഓക്കെ, നമ്മൾ ചിന്തിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വി ഹാവ് ടു ടേക്ക് ഓൾ ദ പ്രിക്കോഷൻസ് പോസിബിൾ. ഐ അഗ്രി. പക്ഷേ ആടാരുടെയാണ്? ആട് ദൈവത്തിന്റെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആട് ദൈവത്തിന്റെയാ. ആടിനെ കുറിച്ച് എന്ത് ഉപയോഗം ഉണ്ടെന്നും ആടെന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കുന്ന ഉടയവനാണ്. നമ്മൾ ആരുടേതാണ്? ആട് ദൈവത്തിൻ്റെതാണ്. ഇവിടെ പറയുന്നത് the sheep hear his voice and he calls his own. തനിക്കുള്ളവനെ, തനിക്കുള്ള ആടുകളെ കുറിച്ചിരിക്കണം. ഇനി എങ്ങനെയാ വിളിക്കുന്നത്? ഓരോരുത്തർ, ഞാനതാ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വിളിക്കുമ്പോൾ നിങ്ങളെ വിളിക്കുന്ന, നിങ്ങൾക്ക് ഒരു വീട്ടിലെ ഒരു പേരുണ്ട് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെ പേരുണ്ട്. ആ വീട്ടിലെ പേര് ഇപ്പൊ പറയുന്നത്, നമ്മളിപ്പം ചിക്കുവിന്റെ കാര്യം പറഞ്ഞു. ചിക്കുവിന്റെ ഒഫീഷ്യൽ പേര് എത്രയാന്നുള്ളത്, ഒഫീഷ്യൽ പേര് എന്താണെന്ന് ഇപ്പൊ നമുക്ക് കുട്ടു നമ്മൾ വിളിക്കുന്നു. കുട്ടുവിന്റെ ഒഫീഷ്യൽ പേര് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പലർക്കും അറിയില്ല. എന്നാൽ നമുക്ക് ചിക്കു എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ഓമന പേര് നമ്മുടെ കർത്താവിനറിയാം. പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ ശൗലേ ശൗലേ എന്ന് വിളിച്ച്, സോൾ സോൾ എന്ന് ക്ലിയർ ആയിട്ട് വിളിച്ച് ശൗലിനോട് സംസാരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് സംസാരിക്കുന്ന ഒരിടയൻ. ഇപ്പൊ നമുക്ക് ഇത്രയും വർഷമായിട്ട് കേട്ടിട്ടില്ല. പല സമയങ്ങളും we are so busy or we are so crowded with lot of noises around that we are not able to hear our Lord. Right? അപ്പോൾ ഇവിടെ പറയുന്നത് he calls me by, so he knows my personal name. He knows my personal details. നമുക്കിത് പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ തലയുടെ മുടിയുടെ എണ്ണമൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? കുറെ ആവർത്തി നമ്മളെ കേൾപ്പിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത്, കുറിച്ചറിയുന്നതും യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതും രണ്ട് കാര്യമാണ്. നമുക്കറിയാം എത്ര എണ്ണിട്ടുണ്ടെന്നൊക്കെ തപോചാര എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു കാര്യത്തെ ദൈവത്തിന് അറിയാം. ദൈവം അറിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്കൊരു സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹി കോൾസ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രിക്കോഷൻ എടുക്കേണ്ടാണെന്നോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാണ്ടാണെന്നോ അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ഓൾ ദീസ് തിങ്സ്, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. ഹി കോൾസ് ഹിസ് ഓൺ ഷീപ്പ് ബൈ നെയിം. എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന എനിക്കൊരു ഇടയൻ എനിക്കുണ്ട് എന്നറിയാം. ഇനി പറഞ്ഞിരിക്കുന്നതാണ്, ഹി ലീഡ്സ് ദം ഔട്ട്. അകത്തോ പുറത്തോ ഒക്കെ പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പൊ പുറത്തു പോകുന്ന കാര്യത്തെ കുറിച്ചല്ല നമ്മുടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിൽ ഇടപെടേണ്ട വരുമ്പോഴും ആരും കൂടെ വരുന്നു? ഇടയനും കൂടെ വരുന്നു. ഹല്ലേലൂയ. ആ ഇടയനും കൂടെ വന്നിരിക്കണം. കാരണം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, when he brings out his own sheep, he goes before them.
ഇതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇതല്ലേ മോശയൊക്കെ പറയുന്നത്. കർത്താവെ നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങളെ അയക്കരുതേ. കർത്താവെ നമ്മൾ പാട്ട് പാടിയതല്ലേ, മുൻപടയായി പിൻപടയായി ഒക്കെ ദൈവം നടത്തുന്ന രീതിയല്ലേ നമ്മൾ പാടിയത്. അപ്പൊ കർത്താവ് പറയാണ് ഹി ഗോസ് ബിഫോർ ദം. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ആടുകളെയൊക്കെ നിങ്ങൾ നയിക്കുന്നവരൊക്കെ കാണും. ചില സമയത്ത് ആടിന്റെ ഫ്രണ്ടിലായിരിക്കും, ചില സമയത്ത് ആടിന്റെ പുറയിലായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്. ചിലപ്പോൾ നമുക്ക് ആടിന്റെ ഫ്രണ്ടിലോ ചിലപ്പോൾ പുറകിലോ കാണും. അത് ആവശ്യം അനുസരിച്ച് ഇടയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇടയൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം ഇടയൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. ഇടയൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. അത് പറഞ്ഞ് എനിക്ക് തന്ന എല്ലാത്തിനും ഞാൻ അങ്ങോട്ട് എത്തിച്ചെന്നിട്ടുണ്ടെന്നൊക്കെ കണക്ക് പിതാവിന്റെ അടുക്കൽ പുത്രൻ പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ ഇടയൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനായിരിക്കുന്നത് കൊണ്ട് he goes before them. Hallelujah. And then he says, and the sheep follow him, for they know his voice. Here we have to go a little bit detail. And this is our responsibility. See, ഇടയൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഷീപ്പിന്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ്? ഷീപ്പിനെ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യല്ല. ഷീപ്പ് ഫോളോസ് ഹിം ആൻഡ് ഫോർ ദേ നോ ഹിസ് വോയിസ്. ഫോർ ദേ നോ ഹിസ് വോയിസ്. അവന്റെ വഴികളെ അറിയുന്നു. അവന്റെ വഴികളെ അറിയുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 5. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 13. 5:13. എബ്രായ ലേഖനം 5:13. For everyone who partakes only of milk is unskilled in the word of righteousness, for he is a babe. But solid food belongs to those who are of full age, that is, those who by reason of use have their senses exercised to discern both good and evil. Okay. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായ ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് there need to be an exercise. What is that exercise? Exercise is ഇപ്പോ നമ്മളെ പെട്ടെന്ന് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the reason is we are not exercising our senses to be in tune with God's voice. നമ്മളെ തന്നെ എക്സസൈസ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. God is not able to communicate so frequently with us because we don't care. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, that is those who are by reason of use have their senses exercised to discern both good and evil. അപ്പം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം തഴക്കത്താൽ ഒരു എക്സസൈസിങ് ഉണ്ട്. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റും. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് പ്രായമായി വർഷങ്ങൾ കഴിഞ്ഞ് അല്ല, അങ്ങനെയൊന്നുമല്ല. ബേസിക്കലി ഹൗ സെൻസിറ്റീവ് വി ആർ ടു ദ വോയിസ് ഓഫ് ദ ലോർഡ്. ദൈവമേ നീ സംസാരിക്കുന്ന രീതികളൊക്കെ ഉണ്ടാവും. പലതും നമ്മളുടെ ചുറ്റുപാട്, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ആ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ വ്യക്തികളിൽ കൂടെ സംസാരിക്കും, സാഹചര്യങ്ങളിലൂടെ സംസാരിക്കും, ഒക്കെ നമ്മളോട് സംസാരിക്കും. അപ്പൊ അത് തിരിച്ചറിയാനായിട്ട് ഈ ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ള. അപ്പം ദൈവമക്കളുടെ പ്രിവിലേജുകൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, the sheep hear his voice, he calls his own and he calls them by name and he leads them out, and when he brings out his own sheep he goes before them, and the sheep ന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഫോളോ ഹിം. ഈ പറഞ്ഞ ഈ ആട് വല്ലപ്പോഴും ഒക്കെ ഈ വഴിതെറ്റി പോകുമ്പോഴാണ് നമ്മൾ ഈ ആടിനെ 99 വിട്ടേച്ച് ഒന്നിന്റെ പുറകെ പോകേണ്ട ആവശ്യം ഇടയന് വരുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് sometimes some sheep don't follow him. അതിനെക്കുറിച്ച് പോസ്റ്റ് പൗലോസ് പറയുന്ന 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഒരു വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം, 1 Corinthians chapter 15. You read that verse. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ പലപ്പോഴും നമുക്ക് ലോകം തരുന്ന ഒരു പിക്ചർ ഞാൻ പറയാം. ലോകം തരുന്ന പിക്ചർ 32-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പിക്ചർ നമുക്ക് പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തെസ്സലോനിക്കൽ വായിച്ചതുപോലെ
നമ്മുടെ ഹൃദയത്തിനകത്തുള്ളിൽ ഒരു ചിന്ത ഉണ്ടാവും. ഈ വാതിലിലൂടെ കടന്ന പലർക്കും, ചിലർക്കൊക്കെ ഈ ചിന്ത അവരുടെ മനസ്സിലുണ്ട്. എന്താണെന്നോ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഐ ബിക്കെയിം എ ക്രിസ്ത്യൻ ആൻഡ് നൗ ഐ ഫീൽ ദാറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി എന്നുള്ള ഒരു ചിന്ത. കാരണം ഐ ഷുഡ് ഹാവ് not accepted the Lord, I should have gone in this way എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പം പൗലോസ് ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ പറയുന്ന 32-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തെന്ന് മാനുഷികം എന്ന വരിയിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. ലെറ്റ് us eat and drink, for tomorrow we die. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ലോകത്തിലെ ഒരു ഫിലോസഫിയാണ്. പക്ഷെ ലോകത്തിലെ മാത്രം ഫിലോസഫി അല്ല ഇത്. ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിലും. ദിറ്റ്സ് എ കോട്ടിംഗ് ഫ്രം ഐസായ എന്നുള്ളൊരു കോട്ടിംഗ് ആണിത്. അപ്പോസ്തലനായ പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം കുറെ കാലം കഴിയുമ്പോൾ കർത്താവിനോടുള്ള ഭക്തി നമ്മൾ വിട്ടിട്ട് എന്താണ്, ലെറ്റ് us eat and drink and tomorrow we're going to die anyway. So we can think of this attitude. Let us enjoy our maximum in this earth, and there is nothing is going to come afterwards. No. Afterwards, ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. ഈ ചെയ്തതിനനുസരിച്ച് ഒരു തക്കതായ ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്, ഡോണ്ട് ബി ഡിസീവ്ഡ്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. എന്താ വഞ്ചിക്കപ്പെട്ടു പോകരുത്? ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഞാനത് പിന്നെയും പറയുന്ന കാര്യം, നമ്മൾ പല ആവർത്തി നമ്മുടെ മീറ്റിങ്ങുകളിൽ ഈ കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പിന്നെയും പറയുന്നത്. അത് ഏത് ഫോർമുല വന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഐ റീഡ് റിമൈൻഡ് യു അഗെയിൻ ദിസ് വേഴ്സ് ഫ്രം ഫിലിപ്പിയൻസിന്റെ ഈ വാക്യം ഞാൻ പിന്നെയും നിങ്ങളെ വായിച്ച് ഞാൻ ഓർപ്പിക്കാം. എങ്ങനെയാണ് പല പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങുകളിൽ ഈ കാര്യം വന്നു എന്നുള്ളതിനെ കുറിച്ച്. 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഫൈനലി ബ്രദറൻ, വാട്ട് എവർ തിങ്സ് ആർ ട്രൂ, വാട്ട് എവർ തിങ്സ് ആർ നോബിൾ, വാട്ട് എവർ തിങ്സ് ആർ ജസ്റ്റ്, വാട്ട് എവർ തിങ്സ് ആർ പ്യൂർ, whatever things are lovely, whatever things are of good report, if there is any virtue, if there is anything praiseworthy, meditate on these things. ഏത് കാര്യത്തിലാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നോ അതിൽ നമ്മൾ മാസ്റ്റർ ആകും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ അവിടെ നമ്മൾ മിടുക്കന്മാരാകും. ഒന്നും നമുക്ക് കുറവുണ്ടാകത്തില്ല. വിൽ ബി വെരി ഗുഡ്. അവിടെ അതിന് പല പ്രാവശ്യം നമ്മൾ നമ്മുടെ മീറ്റിങ്ങുകൾ വായിച്ചാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കൊരിന്ത്യരുടെ വാക്യത്തിലൂടെ മടങ്ങി പോകുമ്പോൾ അവിടെ പറയുന്നു, ഡോണ്ട് ബി ഡിസീവ്ഡ്, ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ മീഡിയകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ബൈ ദിസ് ടൈം യു നോ which all the medias are supporting one country, which all the medias are supporting another country, and all those things. There is nothing called independent medias and all those things. കാരണം മനുഷ്യൻ by nature is biased with something. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിലെ മീഡിയകളിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ how much are we meditating on God's word? How much are we listening to God's voice? That influences a lot. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 34-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, awake to righteousness, don't sin, for some do not have the knowledge of God, I speak this to your shame. 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. വിശ്വാസിയോടായി പറയുന്നതെന്ന് മനസ്സിലാക്കണം, അവിശ്വാസിക്കല്ല കൊരിന്ത്യർ ലേഖനം എഴുതുന്നത്. പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു, that you do not have the knowledge of God. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. എവിടെ പോയി പരിജ്ഞാനം? only one thing, ഈ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മസിലൊക്കെ സ്ട്രെങ്തൻ ആവത്തുള്ളൂ എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്.
നമുക്കത് അറിയുകയും ചെയ്യാം കുറെ കുറിച്ച്, അല്ലേ? നമ്മളൊക്കെ അവിടെ കൈ ഉപയോഗിക്കാതെ എക്സസൈസ് ഒക്കെ ചെയ്യാതിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ശോഷിച്ചു പോകും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവവചന പ്രകാരവും നമുക്ക് എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് ലോകം കേൾക്കുന്നതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഡോണ്ട് ബി ഡിസീവ്ഡ്, ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. ലോകം പറയുന്ന ഡെഫിനിഷൻ ആണ് ലെറ്റ് us ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് ടുമോറോ വി ഡൈ. അത് നീ ഏറ്റെടുക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം, നീ ലോകം പറയുന്നത് പോലെ നീ ആവരുത്. പക്ഷെ അവരോട് കൊരിന്ത്യർ ലേഖനത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥ ലജ്ജയ്ക്കായിട്ട് ഞാൻ എഴുതുന്നു. എന്താണ് ലജ്ജയ്ക്കായിട്ട് പറയാൻ കാര്യം? ബിക്കോസ് യു ആർ നോട്ട് സീരിയസ്. യു ആർ നോട്ട് സീരിയസ് വിത്ത് ഗോഡ്സ് വേർഡ്. യു ആർ നോട്ട് സീരിയസ് വിത്ത് വാക്കിംഗ് വിത്ത് ഗോഡ്. ദൈവത്തിന്റെ കൂടെ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സീരിയസ് അല്ല. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് സ്നേഹിക്കുന്നതിൽ നിങ്ങൾ സീരിയസ് അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം കാരണം കർത്താവിലൊരു പ്രത്യാശയുണ്ട്, കർത്താവിലൊരു ഉത്സാഹമുണ്ട്, കർത്താവിലൊരു ബലമുണ്ട്, കർത്താവിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഹൃദയത്തിനകത്തുള്ളിൽ. ലെറ്റ്സ് ഗോ ബാക്ക് ടു ജോൺ ചാപ്റ്റർ 10, 10-ാം അധ്യായത്തിലോട്ട് മടങ്ങി വരുമ്പോൾ അവിടെ പറയുകയാണ്, ഈ ഇടയന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രൊട്ടക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞ ആ അധ്യായം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ താഴോട് നമ്മൾ 10-ാമത്തെ വാക്കിന്റെ താഴോട്ട് വായിക്കുന്നത്, തീഫ് ഡസ് നോട്ട് കം എക്സെപ്റ്റ് ടു സ്റ്റീൽ ആൻഡ് ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. ഐ ഹാവ് കം ദാറ്റ് യു മേ ഹാവ് ലൈഫ് ആൻഡ് യു വിൽ ഹാവ് ലൈഫ് ഇൻ അബണ്ടൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? സമൃദ്ധിയായ ഒരു ജീവൻ. നമ്മൾ ഇതിനെ കുറിച്ച് പല പ്രാവശ്യം കേട്ടു. ഐസിയു കിടക്കുന്ന ആൾക്കും ജീവനുണ്ട്, ഒരു കൊച്ചുകുട്ടി നല്ല ചുറുചുറുക്കായി ഓടി നടക്കുന്ന കുട്ടിക്കും ജീവനുണ്ട്. ഇത് രണ്ട് തരത്തിലുള്ള ജീവനാണ്. ഒരു സമൃദ്ധിയുണ്ട്, ജീവന്റെ സമൃദ്ധിയുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതും ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ആത്മീയ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ വിളിച്ചെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് നിർമ്മതരായി ഉണർന്നിരുന്ന് പാപം ചെയ്യാതെ കർത്താവിൻ്റെ കൂടെ ചേർന്നിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രത്യാശയോടുകൂടെ നമ്മൾ ഈ ലോകത്തായിരിക്കണം എന്നയക്കണം. നമ്മളെ കോപത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത് പറയുന്നു, ഞാൻ 14-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ എത്രമാത്രമാണ് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത്? എനിക്കറിയത്തില്ല. എന്റെ ഓൺ കൂടപ്പറപ്പുകൾ പോലും എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയത്തില്ല, ഐ ഹാവ് മൈ ഡൗട്ട്സ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ എത്ര പേരുണ്ട്? കർത്താവ് പറയാണ്, ഞാൻ ജീവൻ കൊടുത്തും നിന്നെ സ്നേഹിക്കും. നിന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് ശരിയാണെങ്കിലും, ഹല്ലേലൂയ, പറയത്തില്ലേ ചിലരോട് നമ്മളിങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും, നിങ്ങൾ അങ്ങനെ നടക്കുന്നെങ്കിൽ എന്റെ ശവത്തെ ചവിട്ടിയായിരിക്കും നീ പോകേണ്ട വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ തീർത്തിട്ടേ നിനക്ക് അവനെ തൊടാൻ കഴിയുള്ളൂ എന്ന് ഒക്കെ പറഞ്ഞു. അതിന്റെ പല വേർഷൻസ് നമുക്ക് കാണാം. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പറയുന്ന ആ എംഫസിസ് ഒക്കെ നമുക്കറിയാം. അതുപോലെയാണ് കർത്താവിന്റെ പ്രൊട്ടക്ഷൻ. കർത്താവ് പറയാണ്, ഞാൻ ജീവൻ കൊടുത്ത് വാങ്ങിച്ചതാണ് എന്റെ കൊച്ചു. അല്ലെങ്കിൽ ഞാനത് പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ദാവീദ്, അതൊരു മനസ്സിലൊരു ചിത്രീകരണമാണ്. ദാവീദ് ഇങ്ങനെ ഒരു കാട്ടില് ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു കരടി വന്നു. ആ കരടി വന്നപ്പോഴത്തേക്കും ഒരാടിനെ ഇങ്ങോട്ട് പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് ദാവീദ് ചാടി വീണ് അതിനെ രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ച് അദ്ദേഹത്തിന് ഈ ആടിനെ പിടിച്ച് തോളെ വെച്ചോണ്ട് ഇങ്ങനെ വരിക. അപ്പൊ അദ്ദേഹം അതിങ്ങനെ വലിയ ട്രോഫി പോലെ വെച്ചോണ്ട് വരിക. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഒരു കൊടിച്ചിപ്പട്ടി, നിങ്ങൾ കൊടിച്ചിപ്പട്ടി എന്ന് മനസ്സിലായി, നാട്ടിലെ ഒരു ഭാഷയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലിങ്ങനെ ഒരു പട്ടി ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ദാവീദിന് മുമ്പിലോട്ട് ചാടി എന്നിട്ട് പറഞ്ഞു, അപ്പൊ ആട് മണ്ടയ്ക്ക് ഇരുന്ന് അയ്യോ എന്നെ ഇട്ട് കൊടുക്കരുതേ എന്ന് പറയുമ്പോ ദാവീദ് പറയും, എടാ നിന്നെ ഞാൻ രക്ഷിച്ചോണ്ട് വന്ന എവിടുന്നാ? കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചോണ്ട് വന്നിട്ട് കൊടിച്ചിപ്പട്ടിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ടുകൊടുക്കാനാണോ? മനസ്സിലാക്കിയേ, നിങ്ങൾ മനസ്സിലൊന്ന് ചിത്രീകരിച്ച് നോക്കിയേ. നമ്മള് കരടിയുടെ മുമ്പിൽ നമ്മളെ രക്ഷിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേച്ച് കൊടിച്ചിപ്പട്ടിയുടെ ചെറിയൊരു സാഹചര്യത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാനാണോ കർത്താവ് നമ്മളെ വിളിച്ചത്? ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നു, അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം നമ്മൾ എടുക്കേണ്ട സമയമില്ല, ഒക്കെ ഒന്ന് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകും,
ദൈവസഭയെ ജീവൻ കൊടുത്തു സ്നേഹിക്കുന്ന കർത്താവ്. അപ്പം ആ ജീവൻ കൊടുത്ത് സ്നേഹിച്ച കർത്താവാണ്. ഇന്ന് കർത്താവിന് ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ജീവൻ കൊടുത്തു കഴിഞ്ഞു. അപ്പം ആ കർത്താവ് നമ്മൾ അതുപോലെയാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മള് കർത്താവിനെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. എന്നാൽ ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. അതുകൊണ്ടാണ് ഓണറാന്ന് പറയുന്നത്. ആടുകളുടെ ഓണറാണ് കർത്താവായ യേശു ക്രിസ്തു. ആടുകളുടെ ഉടയവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ഉടയവൻ ആരാണ്? യേശു ക്രിസ്തു. ആ ആടിന്റെ ഉടയവനാണ് പറയുന്നത്, ഞാൻ ജീവൻ കൊടുത്തു. നിങ്ങൾ ആമോസിന്റെ പ്രവചന പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാം, ഒരാടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആടിന് എന്തെങ്കിലും ഒരു ചെന്നായോ വല്ലതും പിടിക്കാൻ വന്നാൽ ഇടയൻ ചാടി വീണ് ആടിനെ രക്ഷിക്കാൻ. അതുകൊണ്ടാണ് ദാവീദിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ. പ്രിയ സഹോദരൻ, നിങ്ങൾ ഇപ്പൊ സങ്കീർത്തനം 23 നിങ്ങൾ മനസ്സിലാകുമ്പോൾ അതൊരു ദൈവത്തെ കുറിച്ച് എവിടെങ്കിലുമൊക്കെ പാലസിൽ ഇരുന്ന് അദ്ദേഹം എഴുതിയ ചില കാര്യങ്ങളല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ചില ഫാക്ട്സ് ആണ്. ഞാൻ എന്റെ കൂരൽ താഴ്വരെ കൂടെ നടന്ന സമയങ്ങൾ എനിക്കുണ്ട്. ഒന്നും ഞാൻ പേടിക്കേണ്ട വന്നിട്ടില്ല. ആമേൻ. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ആ കോൺഫിഡൻസ് ഇന്ന് പകലും ഉണ്ടായിരിക്കണം. കർത്താവെ, ദാവീദിന് ആ കോൺഫിഡൻസ് ഉണ്ടാവും. സങ്കീർത്തനം 100 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചേ. 100 സങ്കീർത്തനം, സാംസ് 100 എന്ന ദിവസങ്ങൾ ഞങ്ങളത് വായിക്കുകയും വളരെ സന്തോഷിക്കുകയും ചെയ്തൊരു ഭാഗമാണ്. 100 സങ്കീർത്തനത്തിൽ 3 വാക്യം, know that the Lord, he is God, it is he who has made us and not we ourselves. We are his people and the sheep of his pasture. ഞങ്ങള് അവരുടെ ആടുകളും അവൻ നടത്തുന്ന വ്യക്തികളുമാണ് എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് പറയുന്ന ആ ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നത് അത് വെറുതെ തനിക്ക് തോന്നിയ ഒരു ചിന്തയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ ഒരു ആടിനെ ആട്ടിടയൻ നടത്തുന്നു അതുപോലെ പറയുന്നു, യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഹല്ലേലൂയ. അവൻ മേയ്ക്കുന്ന ആടുകൾ അവന്റെ ജനമാകുന്നു. ദിസ് എക്സാക്ട്ലി ദി ലോർഡ് സേസ്. ലോർഡ് സേസ് യു ആർ മൈൻ, നീ എന്റേതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ അതുകൊണ്ടാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഈ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു കാര്യം, കർത്താവിനെ അറിയാം എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് അറിയാം എന്ന് പറയുന്ന ഒരു കാര്യം, പക്ഷെ കർത്താവിനെ അറിയാം എന്ന് പറയുന്നത് വേറൊരു കാര്യം. സങ്കീർത്തനം 34:8 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, who taste and see that the Lord is good. അത് നമുക്ക് തേനിനെ കുറിച്ച് നമുക്കറിയാം, തേനിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വർണ്ണിക്കാം, പക്ഷെ തേൻ മധുരമാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അത് രുചിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ, അല്ലെ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാം. When you can taste it, when difficulties comes, when situations happens, when everything is going fine, you may not be able to taste the Lord like that. But when difficulties comes, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമുക്കറിയാം, എന്റെ ദൈവം ഈ പറഞ്ഞ പ്രോമിസുകളൊക്കെ, ഞാൻ അവന്റെ ആടാണ്, അവന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, ഞാൻ അവൻ്റെതാണ്, അവൻ എൻ്റെ മുമ്പേ നടക്കുന്നു, ഈ ഒരു സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് എന്റേതാണ്, ജീവൻ കൊടുത്തും കർത്താവ് എന്നെ സൂക്ഷിക്കും, അവൻ എൻ്റെ വഴിയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ടു ഫോളോ ഹിം സിൻസിയർലി ഫ്രം മൈ സൈഡ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് നമ്മുടെ ആ പ്രോമിസ് നമ്മളോട് പറയാം, യെസ്, ഞാനാണ് വാതിൽ, ആ വലിയ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്നും തെറ്റി ഒഴിയുവാൻ ഈ വാതിൽ കൂടെ കടക്കണമെന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കണം. ആ കടന്നവരെ സംബന്ധിച്ചിടത്തോളം, ബി എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഹി ഈസ് മൈ ഷെപ്പേർഡ്, അവൻ എൻ്റെ ഇടയനാണ് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ധൈര്യത്തോടുകൂടി, യെസ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, നത്തിങ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് വിതൗട്ട് ഹിസ് നോളജ്. അതിനി കുരലായിക്കൊള്ളട്ടെ, അതിനി പച്ചയായ പുൽപ്പുറമായിക്കൊള്ളട്ടെ, അതിനി സ്വസ്ഥതയോ വെള്ളമായിക്കൊള്ളട്ടെ, wherever it is, the Lord is on my side. ആ ഒരു വലിയൊരു കോൺഫിഡൻസ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വാഴുവാനും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ ഇതുപോലെ യഹോവ വാഴുന്നു,
ദ ലോർഡ് റെയിൻസ്. ഇൻ എവറി സിറ്റുവേഷൻ ദ ലോർഡ് റെയിൻസ് എന്ന് പറയുവാൻ, നമ്മുടെയും സാക്ഷ്യമാകുവാനായിട്ട് ദൈവം ഈ ദിവസങ്ങൾ നമുക്ക് ഇടയാക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തി സൂക്ഷിക്കുന്ന എല്ലാ വഴികൾക്കായിട്ട് ഞാനും നന്ദി പറയുന്ന ഈ സാഹചര്യങ്ങളൊക്കെ മധ്യത്തിൽ കർത്താവ് ഞങ്ങളെയും കുടുംബമായിട്ടൂടെ സൂക്ഷിക്കുന്ന ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവസഭയായിട്ട് നമുക്ക് ഒന്നിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ഉത്സാഹിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.